اللهم ألهمنا مراشد قولنا وأعذنا من شرور أنفسنا ومن سيئات أعمالنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إن كثيرا من الأحبار والرهبان ليأكلون أموال الناس بالباطل ويصدون عن سبيل الله والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. صدق الله مولانا العظيم. اللهم إنا نجعلك في حكمهم ونعوذ بك من شرورهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അവൻ തൃപ്തിപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധമായ റമദാനിന്റെ രാപ്പകലുകളിൽ നാം ചെയ്യുന്ന എല്ലാ നന്മകളെയും പടച്ചവൻ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പുകളിൽ, നമ്മുടെ നിസ്കാരങ്ങളിൽ, പാരായണങ്ങളിൽ, മറ്റ് അമലുകളിൽ വന്നുപോയ എല്ലാ പാപപ്പിഴവുകളും പടച്ചതമ്പുരാൻ പൊരുത്തപ്പെട്ട് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ശുദ്ധമായ റമദാൻ അനുകൂല സാക്ഷിയാകുന്നതിൽ അല്ലാഹു നമ്മെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ട് മണ്ണറകളിൽ കഴിയുന്ന എല്ലാവർക്കും പടച്ചവൻ മഗ്ഫിറത്തും റഹ്മത്തും നൽകുകയും നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന നന്മകൾ, വിശേഷിയായ റമദാനിലെ നന്മകൾ, അതിന്റെ പ്രതിഫലം പടച്ചവൻ അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും പടച്ചവൻ പരിഹരിച്ചു തരുമാറാകട്ടെ. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അധികാരങ്ങൾ ഓർമ്മിപ്പിടിച്ച് ഈമാനോടെ, അഴ്സത്തോടെ, തഖ്വയോടെ, നിർഭയത്വത്തോടെ നമ്മുടെ നാടുകളിൽ ജീവിക്കുവാനും ആ നിലയിൽ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജീവിതം സമർപ്പിക്കുവാനും പടച്ചവൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ മനുഷ്യരായ നമുക്ക് ഓരോരുത്തർക്കും നൽകിയിരിക്കുകയാണ്. അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങളെ അല്ലാഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ, ഒരു മുത്തഖിയുടെ അടയാളമായി അല്ലാഹു തആല തന്നെ പറയുന്നു. വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. നാം അവർക്ക് നൽകിയതിൽ നിന്നും നമ്മുടെ മാർഗത്തിൽ അവരെ ചെലവഴിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ ആയുസ്സായാലും ആരോഗ്യമായാലും അല്ലാഹു നമുക്ക് തന്ന സമയമായാലും നമ്മുടെ സമ്പത്തായാലും നമ്മുടെ വിജ്ഞാനമായാലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഇസ്ലാം അർത്ഥപൂർണമാകുന്നത്. അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന അവന്റെ സമയം, ആ സമയത്തിൽ നിന്നും ഓരോ ദിവസവും പടച്ചതമ്പുരാൻ നിർബന്ധമായി 5 വഖ്ത് നിസ്കാരത്തിലുള്ള സമയം അവൻ ചെലവഴിച്ചിരിക്കണം. അല്ലാഹു തആല നമുക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം, ആ ആരോഗ്യത്തിൽ നിന്നും ഓരോ വർഷവും റമദാൻ എന്ന ഒരു മാസം അവൻ നോമ്പനുഷ്ഠിച്ചിരിക്കണം. ഇതുപോലെ തന്നെ അല്ലാഹു തആല ഒരു മനുഷ്യന് നൽകിയിരിക്കുന്ന സമ്പാദ്യം, ആ സമ്പാദ്യത്തിന്റെ കാർഷിക വാർഷിക വരുമാനത്തെ വിലയിരുത്തിയിട്ട് ഓരോ വർഷവും അതിന്റെ 2.5% അവൻ സകാത്ത് കൊടുത്തിരിക്കണം. അല്ലാഹു തആല നൽകിയതിൽ നിന്നും അല്ലാഹുവിന് കൊടുക്കുക. സഹോദരങ്ങളെ, പടച്ചതമ്പുരാൻ എല്ലാ മനുഷ്യർക്കും ഒരുപോലെയല്ല സമ്പത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും വ്യക്തമായി അറിയാം. ചില ആളുകൾ സമ്പന്നരാണ്, ചില ആളുകൾ ദരിദ്രരുമാണ്. ഇതിനിടയിൽ മധ്യമായ നിലയിൽ സമ്പത്ത് നൽകപ്പെട്ടവരും ഒക്കെയുണ്ട്. ഇങ്ങനെ പല നിലയിലാണ്.
അതുകൊണ്ട് തന്നെ മനുഷ്യർക്ക് പരസ്പരം ആശ്രയിച്ചാണ് ഭൂമിയിൽ ജീവിക്കേണ്ടി വരുന്നത്. ഒരു കൂലിപ്പണിക്കാരൻ, അതുപോലെ ഒരു കച്ചവടക്കാരൻ, അതുപോലെ ഒരു വലിയ കച്ചവടക്കാരൻ, ഉദ്യോഗ തലങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. ഡോക്ടർമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, വലിയ വലിയ ഓഫീസർമാരുണ്ട്. അതേപോലെ തന്നെ റമദാനിൽ പോലും പകലിൽ നോമ്പ് പിടിച്ചുകൊണ്ട് കമ്പോളങ്ങളിൽ ചുമടുകളെടുക്കുന്ന ചുമട്ടുതൊഴിലാളികളുണ്ട്, മത്സ്യത്തൊഴിലാളികളുണ്ട്. ഇങ്ങനെ പല നിലയിൽ പടച്ചവൻ മനുഷ്യരെ ഉപജീവന മാർഗവുമായി വേർതിരിച്ചിരിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നു, മനുഷ്യർക്ക് എല്ലാവർക്കും ദുനിയാവിനെ നാം ഒന്ന് വിശാലമാക്കി കൊടുത്തിരുന്നെങ്കിൽ, എല്ലാവരും ഒന്ന് സമ്പന്നരായിരുന്നെങ്കിൽ, എല്ലാവരും ഒന്ന് ഡോക്ടർമാരും അല്ലെങ്കിൽ എല്ലാവരും ഒന്ന് എഞ്ചിനീയർമാരുമായിരുന്നെങ്കിൽ ദുനിയാവിലെ ജീവിതം ആകെ താളം തെറ്റിപ്പോകും. മനുഷ്യൻ അഹങ്കാരികളും വഴിപിഴച്ചവരുമായി മാറും. അതുകൊണ്ട് അല്ലാഹു തആല ഒരു കണക്ക് വെച്ചിട്ട് മനുഷ്യർക്ക് കൊടുത്തിരിക്കുകയാണ്. ചില ആളുകൾക്ക് സമ്പത്ത് കൂടുതൽ കൊടുത്തിട്ടുണ്ട്, ചില ആളുകൾ സമ്പത്ത് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഈ നിലയിൽ അല്ലാഹു തആല മനുഷ്യനെ സംവിധാനിച്ചിരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിരിക്കുന്ന സമ്പത്തിൽ നിന്നും പടച്ച തമ്പുരാൻ സമ്പന്നന്മാരോടുള്ള അല്ലാഹു തആലയുടെ നിർബന്ധമായിട്ടുള്ള ഒരു ഉത്തരവാണ്. കൃത്യമായ ഒരു സമ്പത്ത് ഒരു വർഷം നിങ്ങളുടെ കയ്യിൽ അത് ഉണ്ട് എങ്കിൽ നിങ്ങൾ അതിന്റെ സക്കാത്ത് 2.5% സമ്പത്തില്ലാത്ത കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് കൊടുത്തിരിക്കണം. അല്ലാഹു തആല നൽകിയ സമ്പത്തിൽ നിന്നും പടച്ചവന്റെ നിർബന്ധമായ ഒരു ഉത്തരവാദിത്തമാണ്. സാമ്പത്തികമായ ബാധ്യതകൾ വളരെ വലിയൊരു വിഷയമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ മേൽ ഭയപ്പെടുന്നത് നിങ്ങൾ പട്ടിണി കിടക്കേണ്ടി വരുമെന്നോ വിഷമിക്കേണ്ടി വരുമോ എന്നുള്ളതല്ല, മറിച്ച് ദുനിയവിയായ അനുഗ്രഹങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് നൽകപ്പെടുമെന്നുള്ളതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. കാരണം സമ്പത്ത് കുന്നുകൂടുമ്പോൾ നിങ്ങളുടെ മുൻഗാമികളെ നശിച്ചതുപോലെ നിങ്ങൾ നശിക്കും. നിങ്ങൾ സമ്പത്തിന്റെ വിഷയത്തിൽ പരസ്പരം മത്സരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷ നിങ്ങളുടെ മേൽ വന്നവരുടെ അവസ്ഥയുണ്ടാകും. ഇതിനെയാണ് ഞാൻ ഭയപ്പെടുന്നതെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ഉമ്മത്തിൽ ഫിത്ന, എല്ലാ ഉമ്മത്തുകൾക്കും ഒരു ഫിത്നയുണ്ടായിരുന്നു. അവർ നശിക്കാൻ കാരണമായ ഒരു ഫിത്ന. വിഷയം എന്റെ ഉമ്മത്തിന്റെ ഫിത്ന എന്ന് പറയുന്നത് സമ്പാദ്യമാണ്, പണമാണ്. സാമ്പത്തിക രംഗത്തുള്ള ഈ സമുദായത്തിന്റെ ശ്രദ്ധയില്ലായ്മയും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അംഗീകരിക്കാതിരിക്കലും എന്റെ ഉമ്മത്തിനെ നഷ്ടത്തിലേക്ക്, നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ശുദ്ധമായ ഖുർആൻ, അതേപോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്നെ പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സമ്പത്തിന്റെ വിഷയത്തിൽ പടച്ച തമ്പുരാൻ അല്ലാഹുവിന്റെ അടിമകളായ ഓരോരുത്തരോടും നൽകിയിട്ടുള്ള കൽപ്പനയാണ് സക്കാത്ത് കൊടുക്കുക. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കിലേക്ക് ഇസ്ലാം പഠിക്കാൻ പലരും വരുമായിരുന്നു. അവര് വന്നിട്ട് ചോദിക്കും, ഞങ്ങൾ എങ്ങനെ ജീവിക്കണം? റസൂലുള്ളാഹി തങ്ങൾ അവരോട് ആദ്യം തന്നെ പറയുമായിരുന്നു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ച് ജീവിക്കണം. നിസ്കാരത്തെ നിർബന്ധമായി നിങ്ങൾ നിലനിർത്തണം. അതേപോലെ റമദാനിൽ നോമ്പ് പിടിക്കണം. ആ കൂട്ടത്തിൽ പറയുമായിരുന്നു, സക്കാത്ത് നിർബന്ധമായി കൊടുക്കണം. ഒരു മനുഷ്യൻ നിബിധങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഞാൻ ചെയ്യുന്ന നന്മകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നിബിധങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. വിശ്വാസം, നിസ്കാരം, അതേപോലെ നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ പറഞ്ഞപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഗ്രാമീണനായ ആ മനുഷ്യൻ തിരിച്ച് നബിയോട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ ചെയ്യാം, ഈ കൂടുതൽ ചെയ്യാനൊന്നും കൊണ്ട് പറ്റില്ല. സാധാരണക്കാരനായ പച്ചയായ ഒരു മനുഷ്യൻ ഈ പറഞ്ഞൊക്കെ ഞാൻ ചെയ്യാം, ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റൂല, സക്കാത്ത് ഉൾപ്പെടെയാ പറഞ്ഞേ. എന്നിട്ട് ആ മനുഷ്യൻ പോയപ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിൽ പോകുന്ന ഒരാളെ കാണുമെങ്കിൽ ആ മനുഷ്യൻ നോക്കിക്കോളി, ഇതൊക്കെ നിർബന്ധമായി ചെയ്താലേ സ്വർഗത്തിൽ പോകുള്ളൂ.
സക്കാത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇസ്ലാം നൽകുന്നില്ല. ആ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ഓരോ വ്യക്തികളും ഒരു നയാ പൈസയാണെങ്കിലും നിർബന്ധമായും അത് കൊടുത്തിരിക്കണം. നിർബന്ധമായും. അത് ഇസ്ലാമിലേക്ക് ഇന്ന് വന്ന മനുഷ്യനാണെങ്കിൽ പോലും അവന്റെ മേൽ സക്കാത്ത് നിർബന്ധമാകുന്ന ഒരു കാലയളവ് എത്തിക്കഴിഞ്ഞാൽ അവൻ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുത്തിരിക്കണം. അവന്റെ മേൽ നിർബന്ധമാകുകയാണ്. യമനിലേക്ക് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനെ ഗവർണറായി പറഞ്ഞയക്കുമ്പോൾ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത ഉപദേശങ്ങളിൽ പ്രത്യേകിച്ച് കാണാമായിരുന്നു, ആ ജനങ്ങളെ ഒരു കാര്യം പഠിപ്പിക്കണം. എന്താണ്? അല്ലാഹു തആല അവരുടെ സമ്പത്തിന്റെ മേൽ സക്കാത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നത് അവരെ പഠിപ്പിക്കണം. അവരിലുള്ള സമ്പന്നന്മാരുടെ കയ്യിൽ നിന്നും അതിനെ പിടിച്ചെടുത്ത് പാവങ്ങൾക്ക് കൊടുക്കാനുള്ളതാണ് സക്കാത്ത് എന്ന് നിർബന്ധമായും അവരെ പഠിപ്പിച്ചിരിക്കണമെന്ന് മഹാനായ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോയി അവരോട് പറയുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യണമെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായ കണിശത പുലർത്തുന്ന ഈ വിഷയത്തിൽ ആർക്കും പിന്നോട്ട് പോകാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്പത്തിനെ ശുദ്ധിയാക്കലാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ തന്നെ സംസ്കരണമാണ്. നമ്മുടെ സമ്പത്തിനെ ശുദ്ധിയാക്കൽ. നാം ഒന്ന് നോക്കണം, നാം നമ്മുടെ ജീവിത വൃത്തിയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക മേഖലകളിലേക്ക് പോകുമ്പോൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപക്ഷെ ചില അഴുക്കുകൾ വന്നു ചേർന്നേക്കാം. നമുക്ക് അർഹതയില്ലാത്ത അല്ലെങ്കിൽ ഹറാമായ നമുക്ക് യോജിക്കാത്ത ഏതെങ്കിലുമൊക്കെ സമ്പത്ത് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മിലേക്ക് വന്നു ചേരാൻ സാധ്യതയേറെയാണ്. ആ ഒരു വർഷം അത് പൂർത്തിയായി കഴിഞ്ഞാൽ അല്ലാഹു തആല പറയുന്നു, 2.5% നിനക്ക് ഓഹരിയില്ലാത്തതാണ്, നിനക്ക് അവകാശമില്ലാത്തതാണ്. ഇത് പാവങ്ങൾക്ക് നിർബന്ധമായി കൊടുക്കണം, അഴുക്കിനെ മാറ്റണം. അല്ലാഹു തആല പറയുന്നു റസൂലുള്ളാഹി തങ്ങളോട്, നബിയേ, അവരുടെ സമ്പത്തിൽ നിന്നും താങ്കൾ സക്കാത്തിനെ എടുക്കുക, പിടിച്ചെടുക്കുക, പാവങ്ങൾക്ക് കൊടുക്കുക. അത് അവരെ പരിശുദ്ധരാക്കും. അവരെ സംസ്കരിച്ചെടുക്കും. അഴുക്ക് കൊടുക്കുക എന്ന് പറയുമ്പോ നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ വന്നാൽ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അതൊരു തരം അഴുക്കാണ്. അത് ശുദ്ധിയാക്കാതെ നമ്മുടെ ശരീരത്തിനുള്ളിൽ അവശേഷിക്കപ്പെട്ടാൽ അത് വളർന്ന് വലുതാവുകയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോവുകയും ശരീരത്തിന് താങ്ങാൻ പറ്റാത്ത വേദനകളും യാതനകളും അനുഭവിക്കേണ്ടി വരികയും പ്രയാസപ്പെട്ട് ലോകത്ത് നിന്നും ഒരു മനുഷ്യൻ വിടവറയേണ്ടി വരികയും ചെയ്യും. ആരത് ശരീരത്തിൽ വെച്ചുകൊണ്ടിരിക്കാറില്ല. ഏത് പാവപ്പെട്ടവനായാലും എങ്ങനെയും ചികിത്സ കണ്ടെത്തിയിട്ട് ഇതൊന്ന് ശമിപ്പിക്കാൻ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ കീമോതെറാപ്പി ചെയ്ത് ശരീരം വേദന വന്നാലും കുഴപ്പമില്ല, ഇതെങ്ങനെയും അകറ്റാൻ വേണ്ടിയിട്ടേ മനുഷ്യരെ ശ്രദ്ധിക്കാറുള്ളൂ. നമ്മുടെ സമ്പത്തിൽ കടന്നുകൂടിയ ഒരു ക്യാൻസറായിട്ട് നമ്മുടെ സമ്പത്തിന്റെ 2.5% കാരണം അത് ഒഴിവാക്കാതെ ആ അഴുക്ക് അവിടെ കിടന്നു പോയാൽ, ആ അഴുക്ക് അവിടെ അവശേഷിക്കപ്പെട്ടാൽ നമ്മുടെ സമ്പത്ത് മുഴുവനും അത് പകർന്ന് പന്തലിച്ചു സമ്പത്തിനെ മുഴുവനും നാശമാക്കി സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഭൂമി ലോകത്ത് നിന്ന് വിടപെടേണ്ടി വരികയും അല്ലാഹുവിന്റെ മുന്നിൽ നഷ്ടപ്പെടുകയും ചെയ്യേണ്ടി വരും. നടച്ചതിനകത്ത് രക്ഷിക്കുമാറാകട്ടെ. വിശാല വിഷയമല്ലാതെ മനുഷ്യനെ സംസ്കരിക്കുന്ന ശുദ്ധിയാക്കുന്ന പ്രക്രിയയാണ് സക്കാത്ത് എന്ന് പറയുന്നത്. ഒരുതരം കീമോതെറാപ്പിയാണത്. അതുകൂടി കഴിഞ്ഞാൽ റാഹത്തായി. പിന്നെ നമ്മുടെ സമ്പത്ത് സംശുദ്ധമായി. കൊടുക്കാത്തിടത്തോളം കാലം ഈ അഴുക്ക് വളർന്നുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. പടച്ചവൻ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി ഞങ്ങളോട് അല്ലാഹു തആല പറഞ്ഞത്, ഈ സക്കാത്ത് വാങ്ങുക തുസല്ലി അലൈഹി, അവർക്ക് വേണ്ടി ദുആ ചെയ്യും. ഇന്ന സലാത്തക സകലവും, തങ്ങളുടെ പ്രാർത്ഥന അവർക്ക് സമാധാനം നൽകും. സക്കാത്ത് കൊടുത്തവരെ ഈ സമാധാനം കിട്ടുള്ളൂ. സക്കാത്ത് കൊടുക്കാതെ പിശുക്കി വെക്കുന്നവന് ഒരു സമാധാനമില്ല. അവന്റെ സമ്പത്തിന്റെ പേരിൽ തലവേദനകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തലമുറകളോളം അനുഭവിക്കേണ്ടി വരും. റസൂലുള്ളാഹിന്റെ കാലത്തൊക്കെ ചരിത്രങ്ങളുണ്ടല്ലോ. പള്ളിയിലെ മാടപ്രാവെന്ന നിലയിൽ ജീവിച്ചിരുന്ന സഅലബ എന്ന
അള്ളാഹുവിന്റെ റസൂലിനോട് വന്നിട്ട് സമ്പത്ത് കൂടുതൽ കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞു. റസൂലുള്ളാഹി തങ്ങൾ ദുആ ചെയ്യുന്നു. സമ്പത്ത് ഒരുപാട് കുന്നുകൂടി പള്ളിയുമായി ബന്ധപ്പെടാൻ പറ്റാതെയായി, ഇബാദത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയായി. റസൂലുള്ളാഹി തങ്ങൾ സക്കാത്തിന് വേണ്ടി ആളെ അയച്ചു. എന്നാൽ ഈ മനുഷ്യൻ തന്നെ സക്കാത്ത് കൊടുത്തില്ല. റസൂലുള്ളാഹി തങ്ങൾ സക്കാത്ത് പിരിക്കാൻ പറഞ്ഞിട്ട് ആളെ തിരിച്ചുവിട്ടു. അള്ളാഹുവിന്റെ റസൂലിന് ദേഷ്യവും കോപവുമായി. പിന്നെയും കുറെ നാളുകൾക്ക് ശേഷം മനസ്സിന് വേദനയുണ്ടായി. സക്കാത്തുമായി വന്നു. റസൂലുള്ളാഹി തങ്ങൾ സ്വീകരിച്ചില്ല. ഹബീബായ റസൂലുള്ള വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്റെ ഹബീബിന് വേണ്ടാത്തത് എനിക്കും വേണ്ട. ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് മഹാനുഭാവം സ്വീകരിച്ചില്ല. സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ട് താഴെ ലോകത്ത് നിന്ന് വേർപിരിയെന്ന് പറയുമ്പോൾ സക്കാത്ത് കൊടുക്കാത്ത സമ്പത്തുമായി ജീവിക്കുന്ന മനുഷ്യൻ തലമുറകളോളം വേദനിക്കേണ്ടി വരും. ആ സമ്പത്തിന്റെ പേരിൽ കുടുംബങ്ങളിൽ കുഴപ്പങ്ങളുണ്ടാകും. അനന്തര സ്വത്തിന്റെ പേരിൽ മക്കളും ചെറുമക്കളും മരുമക്കളും പ്രശ്നത്തിലാകും. അതുകൊണ്ടാണ് ആ സക്കാത്തിന്റെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞത് ദുആ ചെയ്യുന്ന പ്രവാചകരെ അവർക്ക് സമാധാനം കിട്ടട്ടെ, സമാധാനം കിട്ടട്ടെ. ആരും കരുതല്ല താനെന്തോ വലിയ കാര്യം ചെയ്ത സമ്പത്തിങ്ങനെ പിടിച്ചു പൂഴ്ത്തി വെച്ച് വലുതാക്കി തരാമെന്ന് ആരും കരുതണ്ട, ആരും കരുതണ്ട. ഈ അഴുക്ക് നീക്കാത്തിടത്തോളം ഒരു നന്മയുമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയുന്നു, വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൽ ലഹും. അല്ലാഹു തആല പറയുകയാണ്, പടച്ചതമ്പുരാന്റെ മാർഗ്ഗത്തിൽ സകാത്ത് കൊടുക്കാതെ സമ്പത്ത് പിശുക്കിയിട്ടുള്ളവരുണ്ടല്ലോ. ഏറ്റവും വലിയ പിശുക്കെന്ന് പറഞ്ഞാൽ സകാത്ത് കൊടുക്കാതെ പിശുക്കിയിട്ടുള്ളതാ. അങ്ങനെ സമ്പത്തിനെ പിശുക്കിയിട്ടുള്ളവരുണ്ടല്ലോ, അവരൊരിക്കലും കരുതേണ്ടതില്ല. ഹുവ ഖൈറുൽ ലഹും, അതവർക്ക് നന്മയാകുമെന്ന് അല്ലാഹു പറയുന്നു. ബൽ ഹുവ ശർറുൽ ലഹും, അതവർക്ക് തിന്മയാണ്, അതവർക്ക് കുഴപ്പമായി മാറുന്നതാണ്, അതവർക്ക് ശർറായി മാറുന്നതാണ്. സയുതവഖൂന മാ ബഖിയൂ ബിഹി യൗമൽ ഖിയാമ. അല്ലാഹു തആല പറയുകയാണ്, ഈ സമ്പത്തിനെ പടച്ചതമ്പുരാന്റെ കഴുത്തിൽ മാല പോലെ അണിയിച്ചിരുന്നതാ. നാളെ ആഖിറത്തിലും മാല പോലെ അണിയിച്ചിരുന്നതാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നത്, അല്ലാഹു മാല പടച്ചതമ്പുരാൻ ഒരാൾക്ക് സമ്പത്ത് കൊടുത്തിട്ട് ഫലയുഅദ്ദി സക്കാത്തഹു, ആ സമ്പത്തിന്റെ സക്കാത്ത് അവൻ നിർവഹിച്ചില്ല എങ്കിലോ അല്ലാഹു തആല വലിയ വിഷമുള്ള പാമ്പിനെ പോലെ ആ സമ്പത്തിനെ ആക്കി മാറ്റുന്നതാണ്. വിഷത്തിന്റെ കാഠിന്യത കൊണ്ട് ആ പാമ്പിന്റെ തലയിൽ നിന്ന് കറുത്ത പുള്ളികൾ കാണുന്നതാ. ആ സമ്പത്തിനെ സക്കാത്ത് കൊടുക്കാതെ പിശുക്കി വെച്ചതിന്റെ പേരിൽ മാല പോലെ കഴുത്തിൽ അണിയിക്കപ്പെടുന്നതാ. എന്നിട്ടോ ഈ പാമ്പതിന്റെ വാഴ വന്നിട്ട് മനുഷ്യന്റെ മുഖത്തിന്റെ ഭാഗത്തേക്ക് ആ പാമ്പ് കടിക്കാൻ തുടങ്ങുന്നതാ. രണ്ട് ചെവിയുടെ ഭാഗത്തും ആ പാമ്പിങ്ങനെ കടിക്കുന്നതാ. എന്നിട്ട് വിളിച്ചു പറയുന്നത്രേ, അനമാലുകാവ അനകൻസുതാ, നീ സൂക്ഷിച്ചു വെച്ച പണമാണ് ഞാൻ. സക്കാത്ത് കൊടുക്കാതെ, പാവങ്ങളുടെ ഓഹരി കൊടുക്കാതെ, അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കാതെ നീ പിടിച്ചു വെച്ച സമ്പത്താണ് ഞാനെന്ന് ആ പാമ്പവരോട് വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അഴുക്കിലെ മുഴുവനും നാളെ വിഷപ്പാമ്പാക്കി പടച്ചതമ്പുരാൻ മാറ്റിക്കളയും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ, അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഖുർആൻ പറഞ്ഞത്, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله. സ്വർണ്ണവും വെള്ളിയും പണവും എല്ലാം കുന്നുകൂട്ടി വെച്ചവർ, പാവങ്ങൾക്ക് അർഹതപ്പെട്ട ഓഹരി കൊടുക്കാതിരുന്നവർ, അവർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ടാണല്ലോ അവർ അങ്ങനെയൊക്കെ ചെയ്തത് എങ്കിൽ നരകത്തിലെ വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന സന്തോഷവാർത്ത അറിയിക്കുന്നവരോട് സക്കാത്ത് കൊടുക്കാതെ ഈ സമ്പത്തിനെ മുഴുവനും അല്ലാഹു പ്രത്യേക നരകത്തിലെ വലിയ പ്ലേറ്റ് പലകകൾ പോലെയാക്കിയിട്ട് നരകത്തിൽ കുലുക്കിയെടുക്കും. അവരുടെ മുൻഭാഗത്ത് പിൻഭാഗത്ത്
കൊടുത്ത് അവരുടെ പാർശ്വവശങ്ങളിലൊക്കെ ഈ പലകകൾ അതിനിടയിൽ വെച്ച് പടച്ച തമ്പുരാൻ അവരെ ഒരുക്കിയെടുക്കും. നീ നിനക്ക് വേണ്ടി കുന്നുകൂട്ടി വെച്ച പണമാണിത്. പാവങ്ങളുടെ സക്കാത്ത് കൊടുക്കാതെ, ഫുക്കറാക്കൾക്ക് കൊടുക്കാതെ, മിസ്കീന്മാർക്ക് കൊടുക്കാതെ, അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ നീ പിശുക്കി പിടിച്ചു വെച്ച പണമാണിത്. അതുകൊണ്ട് അനുഭവിച്ചോളൂ എന്ന് അല്ലാഹു തആല നാളോട് പറയും. പടച്ചവൻ കാത്തിരിക്കട്ടെ. അല്ലാഹു തആല വെറുതെ വിടാൻ പോകുന്നില്ല. അല്ലാഹു തആല വെറുതെ വിടാൻ പോകുന്നില്ല. എത്രയോ കടുത്ത നിലപാടാണ് ഇസ്ലാം സക്കാത്തിന്റെ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക ലോകത്തുണ്ടായ വലിയൊരു പ്രശ്നം സക്കാത്തിന്റെ പ്രശ്നമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തും സക്കാത്ത് കൊടുത്തിരുന്ന ആളുകൾ, ചില ആളുകൾ അങ്ങോട്ട് പ്രഖ്യാപിച്ച് ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കില്ല, ഇനി സക്കാത്ത് കൊടുക്കില്ല. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയാ, ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പ്രസിഡന്റ്, മഹാനുഭാവൻ. ഉടൻ തന്നെ ഇസ്ലാമിക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ്, സക്കാത്ത് തരാത്ത ആളുകളോട് യുദ്ധപ്രഖ്യാപനം. അവരുടെ പേര് വിവരങ്ങൾ പോലും വെച്ചിട്ട് യുദ്ധപ്രഖ്യാപനം, അവരോട് യുദ്ധം. ഒന്ന് ഓർത്തു നോക്കണ അവസ്ഥ. അബൂബക്കർ റളിയല്ലാഹു അൻഹു എത്ര വലിയ ശാന്തന. അർഹമു ഉമ്മത്തി അലാ ഉമ്മത്തി. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തിൽ, ഈ ഉമ്മത്തിനോട് ഏറ്റവും കരുണയുള്ളത് അബൂബക്കറിനാ. ശത്രുക്കളോട് പോലും പലപ്പോഴും നബിയുടെ അടുത്ത് വിട്ടേക്ക് പോട്ട് പാവങ്ങളല്ലേ, ബദറിൽ പോലും പറഞ്ഞു അവരെ വിട്ടാവരും നന്നായേക്കും എന്ന് പറഞ്ഞ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ആ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളായിരുന്ന ആളുകൾ. മുസ്ലിങ്ങളെ കാര്യം ഈ പറയുന്നത് സക്കാത്ത് കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോ അല്ലാതെ കാഫിറുടെ സക്കാത്ത് വാങ്ങില്ലല്ലോ. യുദ്ധപ്രഖ്യാപനം നടത്തി, വലിയ പ്രശ്നമായി. ഉമർ റളിയല്ലാഹു ഒരു ദിവസം കാണാൻ വരും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ. നമ്മൾ ചിന്തിച്ചു കൊണ്ട് ഉമറാണ് കടുപ്പത്തിന്റെ ആളെന്ന് നമ്മൾ പറയും. ഈ ഉമർ റളിയല്ലാഹു വന്നിട്ട് ചോദിച്ചിട്ട്, അബൂബക്കറെ ഈ യുദ്ധമൊക്കെ പറ്റുമോ നമുക്ക്? അവര് മുസ്ലിമീങ്ങളല്ലേ? റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പിന്നെ അവന്റെ രക്തത്തിൽ നിന്ന് ഞാൻ ഒഴിവാ, അല്ലാഹു പിന്നെ അവന്റെ കാര്യം നോക്കിക്കൊള്ളുന്നല്ലേ ഉപദേശം. ഒരു പ്രശ്നമില്ലാക്കാൻ. അതുകൊണ്ട് ഈ യുദ്ധത്തിലൊക്കെ നിൽക്കണോ? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു സക്കാത്തിനെ നിഷേധിച്ച ആളുകളെ പറ്റിയിട്ട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ കാലത്ത് അവരുടെ സക്കാത്തായി അവർ കൊടുത്തത് ഒരു ഒട്ടകത്തിന്റെ മൂക്കുകയാണെങ്കിൽ ആ സക്കാത്ത് പോലും അവർ തരില്ല എന്ന് പറഞ്ഞാൽ അത് പിടിച്ചെടുക്കുന്നത് വരെയും ഞാൻ അവരോട് യുദ്ധം ചെയ്യും. നിസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും വിഷയത്തിൽ വേർതിരിവ് കാണിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചിരിക്കണം. ഈ സക്കാത്തിന്റെ വിഷയത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വളരെ പ്രശസ്തമായ ഒരു വാചകം, ഞാൻ ജീവിച്ചിരിക്കുന്ന എന്റെ ദീനിൽ തോന്നപ്പെട്ടല്ലോ. സക്കാത്ത് കൊടുക്കാത്തെന്ന് പറഞ്ഞാൽ അത് ദീനിന്റെ ന്യൂനതയാണ്, ദീനിന് കോട്ടം തട്ടലാണ്. അവരോട് യുദ്ധപ്രഖ്യാപനം നടത്തുന്ന സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നിസ്സാര വിഷയമല്ല സഹോദരങ്ങളെ. നമ്മളൊക്കെ എങ്ങനെയെങ്കിലും ഈ സക്കാത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട് ഉസ്താദന്മാരോട് വന്നിട്ട്, ഉസ്താദ് അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, എന്റെ കച്ചവടത്തിൽ ഞാൻ കടം അങ്ങനെ കൊടുത്തു, അത് ഇങ്ങനെ കിട്ടുമെന്നറിയില്ല, എനിക്ക് കുറെ കടമുള്ളൂ, ന്യായവാദങ്ങൾ ഒറ്റ നിരത്തിയില്ല, എന്നാ പിന്നെ നീ സക്കാത്ത് കൊടുക്കണ്ടപ്പ എന്ന് പറയുന്നവരെ സംശയമാണ്. അത് വലിയ സംശയമാണ്. സക്കാത്ത് കുട്ടിക്കളിയല്ല, മനസ്സിലാക്കിക്കോളി. ഏതൊരു ഇബാദത്തിനും ഒരു മുൻഗണനയുണ്ട്. നമ്മളിപ്പോ നിസ്കരിക്കാൻ വന്നിരിക്കുക, വെറുതെ വന്നു കയറി നിസ്കരിക്കാനിരിക്കുകയല്ലോ. വുളൂ ചെയ്യാതെ നിസ്കാരം ശരിയാവില്ല. ഇസ്ലാം നിഷ്കരിച്ചൊരു ശുദ്ധീകരണമുണ്ട്. ആ തയ്യാറെടുപ്പോട് കൂടിയാണ് നിസ്കാരത്തിന് വേണ്ടി വരേണ്ടുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. ഹജ്ജിലും ഉംറയ്ക്കും ഒക്കെ പോകും. അത് ശരിയാകണമെങ്കിൽ ഇഹ്റാം കെട്ടണം, ഒരു തയ്യാറെടുപ്പുണ്ട്. ഇതൊക്കെ ഇബാദത്താണ്. ഒരു ഇബാദത്താണ്. ഇഹ്റാം ചെയ്യൽ ഒരു ഇബാദത്താണ്. നമുക്കറിയാം, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നു, നിയ്യത്ത് വെക്കണം, അതേപോലെ നമ്മൾ അത്താഴം കഴിക്കും. ഇതൊക്കെ പവിത്രാർഹമായ കാര്യമാണ്. എന്നതുപോലെ സക്കാത്ത്, ആ സക്കാത്തിന് മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം, കൃത്യമായ കണക്കെടുക്കണം. സക്കാത്തിന്റെ കണക്കെടുക്കലും ഒരു ഇബാദത്താണ്. നിസ്കാരത്തിന് ഒന്നുവെന്ന പോലെ, ഹജ്ജിൽ ഇഹ്റാം എന്നതുപോലെ, നോമ്പിൽ നിയ്യത്ത് എന്നതുപോലെ സക്കാത്ത് കണക്കെടുത്ത് നോക്കിയിട്ട് കൊടുത്താൽ മതി.
അല്ലാതെ ഒരാളുടെ ഔദാര്യമൊന്നും പറച്ചു വേണ്ട. നമ്മൾ എന്താ കരുതിയേ, നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, ഈ സക്കാത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുന്ന പരിപാടിയാണ്. ആരും പ്രതീക്ഷിക്കേണ്ട, ഒരു പുണ്യവും സക്കാത്തിലൂടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് എന്താണെന്നറിയോ, എല്ലാ വർഷവും നമ്മൾ ഇങ്ങനെ പൈസ കൊടുക്കുന്ന കുറെ ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തില്, നാട്ടില്. 1,00,000 രൂപയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെങ്കിൽ അതൊരു 200 പേർക്കായിട്ട് അങ്ങോട്ട് കൊടുത്തിട്ട് വലിയ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ പുണ്യം കൂടുതൽ കിട്ടുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. സക്കാത്തിന്റെ ലക്ഷ്യം എന്താ? നമ്മളിങ്ങനെ ഓടി നടന്നിട്ട് നാട്ടുകാർക്കൊക്കെ പൈസ കൊടുക്കലാണോ? ചില ആളുകൾ സക്കാത്ത് എന്ന് പറഞ്ഞ് റമദാനാകുമ്പോൾ വീട്ടിന്റെ ഗേറ്റ് ഇങ്ങനെ തുറന്നിടും. പാവങ്ങൾ ഗതികേട് കൊണ്ട് ചിലപ്പോൾ ആളുകൾ വരും വീട്ടില്. അത് സക്കാത്തിന് 60 ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും. ഇവരിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോ ഒരു സമയം ഉണ്ടാവും, സുബഹി കഴിഞ്ഞിട്ട് ഇശ്റാഖ് വരെ മുതലാളി വീട്ടിലുണ്ടാവും, അവിടെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ചെന്നാൽ എന്തെങ്കിലും കിട്ടും. എന്നിട്ട് അതിൽ ആളുകൾ വരും. അപ്പൊ ഇവരിങ്ങനെ വന്നിട്ട് ഇവരുടെ വിഷമങ്ങൾ പറയും. കടവാണ്, ഭാര്യയ്ക്ക് ക്യാൻസറാണ്, ഭർത്താവിന്റെ കിഡ്നി ഫെയിലറായി, നല്ലൊരു വീടില്ല. ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കുമ്പോ മുതലാളിക്കൊരു മൂടുണ്ടാവും. ഈ മൂടിനനുസരിച്ച് ആ പൈസ കിട്ടല്, മൂടിനനുസരിച്ച് സക്കാത്തയായി വരും. ഭാര്യയായിട്ട് അടിയും കിടക്കുവാണെങ്കിൽ 100 രൂപ കിട്ടുള്ളൂ. ഇനി അല്ല നല്ല മൈൻഡൊക്കെ ഇരിക്കുകയാണെങ്കിൽ 1000 2000 ഒക്കെ ചിലപ്പോൾ തന്നേക്കും. നിനക്കാണല്ലോ വൈഫ്. ഇങ്ങനെ സക്കാത്ത് വാങ്ങാൻ വീട്ടിന്റെ മുമ്പിൽ ആള് ക്യൂ നിൽക്കുക, മുതലാളിയുടെ നല്ല മൂട് നോക്കി ആളുകൾ വരിക. എന്നിട്ട് ഇങ്ങനെ അവിടെ ബാങ്കിൽ നിന്നും പുതിയ നോട്ട് കെട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. അതിലിങ്ങനെ 200 എടുത്തിട്ട് ഇങ്ങനെ അവർക്ക് ശരി ഈ കാര്യം നടക്കട്ടെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ഈ ഔദാര്യമൊന്നും അല്ല സക്കാത്ത് കൊടുക്കല്. സക്കാത്തിന് അർഹതപ്പെട്ട പാവങ്ങളായ ആളുകളെ കണ്ടെത്തിയിട്ട് അവന്റെ വീട്ടിൽ നീ ഇതുപോലെ ഓച്ചാലിച്ച് നിന്ന് ആ സക്കാത്ത് കൊടുത്തു വിടുകയാണ് വേണ്ടത്. അല്ലാതെ വീട്ടിൽ വരുന്ന പാവങ്ങൾക്ക് 500 100 1000 ഒക്കെ കൊടുത്തിട്ട് എന്റെ സക്കാത്ത് ഞാൻ കൊടുത്തു എന്ന് കണക്കുകളല്ല വേണ്ടത്. അള്ളാഹുവിന്റെ ദീൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്. നബിസല്ലല്ലാഹു അങ്ങനെയല്ല പഠിപ്പിച്ചത്. അർഹതപ്പെട്ട ആള് അർഹതപ്പെട്ട നിലയിൽ കൊണ്ട് കൊടുക്കണം. സക്കാത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട്. അത് നാട്ടിലുള്ള 200 കണക്കുന്ന ആളുകൾക്ക് പണം കൊടുത്തിട്ട് മുതലാളിയുടെ സക്കാത്ത് എന്ന് പറഞ്ഞിട്ട് വീമ്പ് പറയാൻ വേണ്ടിയിട്ടല്ല. സക്കാത്തിന്റെ ലക്ഷ്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനവ. അതുകൊണ്ട് അല്ലാഹു തആല അങ്ങനെയുള്ള വിഭാഗങ്ങളെ എണ്ണിപ്പറഞ്ഞതിന്റെ എന്ന് പറഞ്ഞ് അല്ലാഹു ചില വിഭാഗങ്ങളെ നമ്മുടെ മുന്നിൽ എണ്ണിപ്പറഞ്ഞത് അങ്ങനെയാ. എന്തിനാ? ഇവർക്കൊക്കെ സമ്പത്ത് ആവശ്യമുണ്ട്. എന്തിന്? അവരുടെ ദാരിദ്ര്യമില്ലാതെയാക്കാൻ. കുത്തവാക്കളുണ്ട്, മസാക്കീന്മാരുണ്ട്, ജോലിയൊക്കെ ഉണ്ടാവും, പക്ഷെ കുടുംബത്തെ പോറ്റാനൊക്കെ പറ്റില്ല. ചില ആളുകൾക്ക് പക്ഷേ ജീവിത വൃത്തി പോലും ഉണ്ടാകില്ല. ഇങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് സക്കാത്ത് കൊടുത്ത് അവരുടെ പ്രശ്നം മാറണം, അവരുടെ പ്രശ്നം മാറണം. ഇപ്പൊ ഏതെങ്കിലും സക്കാത്തിന് അർഹതപ്പെട്ട ആളുകളുടെ കേസ് നമ്മളുടെ അടുക്കൽ വന്ന് ഏതെങ്കിലും നാട്ടിൽ അറിയപ്പെട്ട 2-3 ആര്യാക്കന്മാരെയൊക്കെ വിളിച്ചാൽ, അത് ഉസ്താദെ ഞാൻ എല്ലാ വർഷവും കൊടുക്കുന്ന കുറെ ആളുകളുണ്ട്, ഒരു ലിസ്റ്റുണ്ട്. അത് കുടുംബത്തിൽപ്പെട്ടവരൊക്കെ ഉണ്ടാവും, നാട്ടിലുണ്ട്. അവർക്കൊക്കെ സദക്ക കൊടുക്കണം സഹോദരങ്ങളെ. അവര് സക്കാത്തിന് അർഹതപ്പെട്ടവരാണെങ്കിൽ കൊടുക്കാം. നമ്മൾ മനസ്സിലാക്കി ഇതിങ്ങനെ നോട്ടിൽ ഇങ്ങനെ സ്റ്റാപ്പുകൾ ഇറക്കിയിട്ട് എല്ലാവർക്കും പെരുന്നാൾ ഇങ്ങനെ വരുമ്പോ വലിയായിട്ട് ഇങ്ങനെ കൊടുത്തു. അതൊക്കെ ഒരു സ്റ്റൈലാ. ഈ പണിയൊന്നും സക്കാത്തിന് നടക്കില്ല. ഇത് കളിപ്പിക്കലാണ്, കബളിപ്പിക്കലാണ്. നാട്ടുകാരുടെ മുന്നിൽ ആളാകാൻ വേണ്ടിയിട്ട് എന്തോ വലിയ പുണ്യം കിട്ടുമെന്നുള്ള പേരിൽ ചെയ്യുക. അങ്ങനെയല്ല. സക്കാത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട്. അത് പൂർത്തീകരിച്ചാൽ ഒരുപക്ഷെ പ്രവചനമ്പരാൻ നമുക്ക് പ്രതിഫലം തന്നേക്കാം. എന്താ സക്കാത്തിന്റെ ലക്ഷ്യം? നാട്ടില് 10 പാവങ്ങൾ സക്കാത്തിൽ അർഹരായിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ദാരിദ്ര്യം മാറി അവര് സക്കാത്ത് മേടിക്കാനുള്ള അവസ്ഥയിൽ നിന്നും അവർ മോചിപ്പിക്കപ്പെടണം. അതിന് നമുക്കിപ്പോ 2 ലക്ഷമോ 3 ലക്ഷമോ സക്കാത്ത് നാം കൊടുക്കാനുണ്ടെങ്കിൽ നാട്ടിൽ ഏറ്റവും അർഹതയുള്ള ഒരാൾക്കത് കൊടുക്കും. അവൻ അതുകൊണ്ട് എന്തെങ്കിലും ജീവിതവൃത്തി, ഒരു കടയോ ഒരു പെട്ടിക്കടയോ ഒക്കെ തുടങ്ങട്ടെ. ആ ഫക്കീർ എന്ന മിസ്കീൻ എന്ന ആ ഒരു പട്ടികയിൽ നിന്നും അവൻ മോചിപ്പിക്കപ്പെടണം. അല്ലാതെ മരിക്കുന്ന വരെ അവന് 100 രൂപ കൊടുത്തോണ്ടിരുന്നിട്ട് സക്കാത്താന്ന് പറയലല്ല. ഇങ്ങനെ ചെയ്യാൻ പറ്റണം. പ്രാക്ടിക്കലായി നമ്മൾ ചിന്തിക്കും. ഇതിന്റെ ഗുണം അത് ലഭ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. സക്കാത്തിന്റെ കാര്യത്തിൽ ഉമ്മത്തിന് അങ്ങനെയൊന്നും ഒരു ചിന്തയില്ല. ബാക്കി എല്ലാ കാര്യത്തിലും ഉണ്ട്. നമ്മൾ നോക്കേ, ഇസ്ലാം കാര്യങ്ങളിൽ ബാക്കി എല്ലാ കാര്യത്തിനും മഹല്ലകളിൽ സംവിധാനമുണ്ട്. ഒരു മനുഷ്യൻ മുസ്ലിം
ഒരാൾ വന്നാൽ അതിന് എല്ലാ മഹല്ലിലും ഇല്ലെങ്കിലും ഏതെങ്കിലും മഹല്ലുകളൊക്കെ ഉണ്ട്, അയാൾ ആ മഹല്ലിലെ അള്ളാഹുവിനും അയാൾക്ക് ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാനും അതിനൊക്കെ സംവിധാനങ്ങളും മറ്റും ഉണ്ടാവും. നിസ്കാരത്തിന് വേണ്ടി വിശാലമായ പള്ളികൾ, കോടി രൂപ ചെലവഴിച്ച പള്ളികൾ, ഏസിയുള്ള പള്ളികൾ, നല്ല സുന്ദരമായ ചവിട്ടിയാൽ താഴ്ന്നു പോകുന്ന മുസല്ലകൾ, എല്ലാ സംവിധാനമുണ്ട്. റമദാനത്തിൽ കഴിഞ്ഞാൽ വലിയ ഇഫ്താറിന്റെ ഒരു മാസം ഇഫ്താർ പുരവെക്കുക, കഞ്ഞിയും മറ്റു തിരക്കും ബഹളവും മട്ടനും ചിക്കനും എല്ലാം ഉണ്ട്, സംവിധാനമുണ്ട്. മഹല്ലിയിൽ ആരെങ്കിലും ഹജ്ജിന് പോകട്ടെ, അവർക്ക് സ്വീകരണം, അവർക്ക് പ്രത്യേകമായ സദസ്സുകൾ സംഘടിപ്പിച്ച് ഹജ്ജ് ക്ലാസും മറ്റുമൊക്കെ ഉണ്ട്. എത്ര മഹല്ലിൽ സക്കാത്തിന് വേണ്ടി സംവിധാനമുണ്ട്? ഉണ്ടോ? സക്കാത്ത് ക്ലാസ് ഏതെങ്കിലും മഹല്ല് സംഘടിപ്പിക്കുന്നുണ്ടോ? സക്കാത്ത് ക്ലാസ് വളരെ ഗൗരവപരമായി കാണണം. ഉമ്മത്ത് ഇത്രയതിന് വില കൽപ്പിക്കുന്നുള്ളൂ. ഓരോ മഹല്ലുകൾക്കും ചെയ്തുകൂടെ സക്കാത്ത് ക്ലാസ് ഉണ്ടോ? അതിന്റെ ഗൗരവം ഉണർത്തലുണ്ടോ? മഹല്ലിൽ നിന്നും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായ ആളുകളിൽ നിന്നും അവരുടെ സക്കാത്ത് കൃത്യമായി വാങ്ങി ആ മഹല്ലിൽ തന്നെ അർഹതയുള്ളവർക്ക് അത് നൽകിക്കൊണ്ട് ആ മഹല്ലിന്റെ സാമ്പത്തികമായ അവസ്ഥ മെച്ചപ്പെടുത്തുന്ന ഒരവസ്ഥ എവിടെയെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? മഹല്ല് കമ്മിറ്റിക്ക് ചിന്തയുണ്ടോ? ഈ പറയുന്ന പോലെ ഞങ്ങളെ പോലുള്ള ഉസ്താദന്മാർക്ക് ഖതീബുമാർക്ക് ചിന്തയുണ്ടോ? അതൊന്ന് ഗൗരവമായി പറയാൻ, ഏറ്റവും കുറഞ്ഞതൊരു മഹല്ലിൽ സക്കാത്ത് മേടിക്കാൻ അർഹതയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റെങ്കിലും ഒരു മഹല്ലിലുണ്ടോ? കമ്മിറ്റി ഓഫീസിലും ചെന്നിട്ട് ഇവിടെ സക്കാത്തിന് അർഹതയുള്ള ആളുകൾ ആരൊക്കെയാ? പെട്ടെന്ന് ഓട്ടക്കണക്കെടുക്കുന്നില്ല. അത് അവിടെ നമ്മുടെ അവിടെ ഹമീദുണ്ട്, മറ്റേ നാസറുണ്ട്, മറ്റേ ഷുക്കൂറുണ്ട്. ഷുക്കൂറിന് കൊടുക്കാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ്? ഒരു ഓട്ടക്കണക്ക് പറയലല്ലാതെ ഒന്ന് മുന്നിലേക്ക് കയറിയിരിക്കും, സത്തുകളൊന്നും പൂർത്തിയാക്കിയിരിക്കും. ഒരു ഓട്ടക്കണക്ക് പറയലല്ലാതെ കൃത്യമായ ഒരു കണക്ക് സക്കാത്തിന് അർഹതയുള്ള ആളുകൾ ഇത്രയൊക്കെയാ, നിങ്ങൾ കൊടുക്കുമെങ്കിൽ ഈ മനുഷ്യന് കൊടുക്കും എന്ന് പറയാനുള്ള സംവിധാനമെങ്കിലും ഉണ്ടോ? ഫിഖ്ഹിന്റെ നൂലാമാലകളൊക്കെ വലിച്ചു പറിച്ചെടുത്തിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല, അങ്ങനെ ഏൽപ്പിക്കാൻ പാടില്ല. ഫിഖ്ഹിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഒരു വക്കീലിനെ ഏൽപ്പിച്ച് ഒരാളെ ഏൽപ്പിച്ചിട്ട് അയാളുടെ കയ്യിൽ നമ്മുടെ സക്കാത്ത് അയാൾ കൊടുത്തു വിടണമെങ്കിൽ കൊടുക്കാം. മഹല്ലുകൾക്ക് ചെയ്തൂടെ? പരിപാലന സമിതിയില്ലേ? ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഉഷാറാണ്, ബാക്കി എന്ത് കാര്യങ്ങൾക്കും മുൻപന്തില്ല. സക്കാത്തിന്റെ കാര്യം വന്നാൽ മാത്രം ഇടപെടില്ല. സക്കാത്ത് ആളുകൾ കൊടുക്കുന്നുണ്ടോ? അർഹതപ്പെട്ടവർക്ക് കിട്ടുന്നുണ്ടോ? ഇന്നൊരു ആലോചനയോ അന്വേഷണമോ പോലുമില്ല, അതുപോലുമില്ലാതെയായി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സക്കാത്തിന്റെ കാര്യത്തിൽ ഗൗരവം ഉണ്ടാകണം. സമ്പന്നരായ ആളുകൾ പ്രത്യേകിച്ച സക്കാത്ത് കൊടുക്കുമ്പോൾ അർഹതയുള്ളവരെ തേടി കണ്ടെത്തി അവർക്ക് കൊണ്ടു കൊടുക്കിൽ. അങ്ങനെ ഉള്ളവർക്ക് നമ്മൾ കൊടുക്കിൽ. ജീവിതം വഴിമുട്ടിപ്പോയവരുണ്ടാകും. വലിയ പ്രശ്നങ്ങളിൽ കിട്ടുന്ന പണം കൊണ്ട് മതിയാകാതെ ചോർന്നിരിക്കുന്ന കൂരയിൽ കഴിയുന്നവരുണ്ടാവും. കടം കൊണ്ട് പൊറുതിമുട്ടിയിട്ട് നാട്ടിൽ നിൽക്കാൻ പോലും അവസ്ഥയില്ലാത്ത ആളുകളുണ്ടാകും. അവരെ കണ്ടെത്തി കൊടുക്കലിൽ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ വിഭാഗങ്ങളിൽ നിന്ന് ഇന്ന് 3-4 വിഭാഗങ്ങളെ ബാക്കിയുള്ളൂ. അവരെ കണ്ടെത്തി നമ്മൾ കൊടുക്കലിൽ. അടിമബോധനം പ്രതീക്ഷിക്കുന്നവർ, ഉലമാക്കൾ പറയുന്നുണ്ട്, തടവറകളിൽ തളയ്ക്കപ്പെട്ടവർ, അവരുടെ കേസ് നടത്തിപ്പിന് വേണ്ടി സക്കാത്തിന്റെ സമ്പത്ത് കൊടുക്കാം എന്നിങ്ങനെ വിരലിലുണ്ടാവുന്ന 3-4 വിഭാഗങ്ങൾ നമ്മുടെ മുന്നിലുള്ളപ്പോ എന്തുകൊണ്ട് അത് കൃത്യമായി നോക്കി ചെയ്യാൻ പറ്റുന്നില്ല? അള്ളാഹുവിന് ഓട്ടക്കണക്കൊന്നും വേണ്ട കേട്ടോ, അത് മനസ്സിലാക്കിക്കൊള്ളി. കൃത്യമായി കണക്കെടുക്കി. ഇന്ന് കമ്പ്യൂട്ടറും സംവിധാനവും ഒക്കെ ഏത് കടകളിലായില്ലാണ്ട് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് കഴിഞ്ഞ വർഷം മാർച്ചിൽ, പ്രത്യേകിച്ച് മാർച്ച് ഏപ്രിലൊക്കെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതാകുമ്പോൾ പ്രശ്നമൊന്നുമില്ല. എല്ലാ കടയിലും കണക്കുണ്ടാവും. ഗവൺമെന്റിന്റെ കണക്കൊക്കെ എല്ലാവരും ഓക്കെ. മാർച്ച് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് കൂടുതൽ കടം കൊടുക്കണ്ടേന്ന് വാങ്ങല് കൊടുക്കല്, അത് ഓട്ടം ബഹളം. ഗവൺമെന്റിന്റെ കാര്യത്തിൽ എല്ലാം ഈ അച്ചടക്കവും നിർബന്ധ ബുദ്ധിയൊക്കെ ഉണ്ട്. അള്ളാഹുവിന്റെ നിയമത്തിൽ അതൊന്നുമില്ല. അവിടെ അതൊന്നും ഒരു നോട്ടമില്ല. കൃത്യമായ കണക്ക് നോക്കണം. പറഞ്ഞല്ലോ, ആ കണക്ക് നോക്കലും ഒരു ഇബാദത്താണ്, ഒരു ഇബാദത്താ. വെറുതെ നമ്മൾ കാണണ്ട. നിസ്കരിക്കുന്ന സ്ഥലം, പള്ളിയോട് നമുക്ക് ബഹുമാനമുണ്ട്.
അതുപോലെ തന്നെ റമളാൻ, നോമ്പ് നിർബന്ധമായ റമളാൻ മാസത്തോട് നമുക്ക് ബഹുമാനമുണ്ട്. ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന കഅബയോടും അതിനോടനുബന്ധിച്ച സ്ഥലങ്ങളിലും കാര്യങ്ങളിലും ഒക്കെ നമുക്ക് ബഹുമാനമുണ്ട്. സകാത്തിന്റെ സമ്പത്ത്, ആ സമ്പത്ത് അത് ബഹുമാനത്തോടെ കൈകാര്യം ചെയ്യേണ്ടതാ. ഇങ്ങനെ കീറി എറിഞ്ഞ് വലിച്ച് ചെയ്യേണ്ട കാര്യമില്ല. ബഹുമാനത്തോടെ അർഹതപ്പെട്ടവന് ആ ഭവ്യതയോടെ കൊണ്ടു കൊടുക്കണം. അവന്റെ ഓഹരി നമ്മുടെ കയ്യിൽ വന്നേക്കുക. അല്ലാഹു തആല വെറുതെ വിടൂല. പടച്ചവൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു വിഭാഗം ആളുകൾ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അല്ലാഹു തആല പച്ച വെള്ളം കൊടുത്താൽ അവരെ പരീക്ഷിക്കും. അല്ലാഹു ആ സമൂഹത്തിന്റെ മേൽ മഴ പോലും വർഷിപ്പിക്കുകയില്ല. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ശുദ്ധ ഖുർആനിലും പടച്ചവന്റെ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞതാണ് മഴ. നിസ്കരിക്കാത്തവർ വെള്ളം കൊടുക്കില്ല എന്നുള്ള പറഞ്ഞില്ല. മറ്റൊന്നിനും അങ്ങനെ ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ നോക്കെ, സകാത്ത് കൊടുക്കാത്തവന് മഴ പോലും കൊടുക്കൂല. റസൂലുള്ളാഹി തങ്ങൾ പറയാ, നിങ്ങളുടെ കൂട്ടത്തിൽ ഈ പാവം മൃഗങ്ങളും ജീവികളും ഇല്ലായിരുന്നെങ്കിൽ അല്ലാഹ് മഴ പോലും തരൂല. വെള്ളമില്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടേനെ മനുഷ്യർ. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇത് കൃത്യമായി അളന്ന് തൂക്കി നിർബന്ധമായ സക്കാത്ത് അർഹതപ്പെട്ട ആളുകൾക്ക് നമ്മൾ കൊടുക്കണം.